ഒരുവൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എന്നാലും ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയും അതുപോലെ പ്രിയപ്പെട്ട കലാകാരന്മാരെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി. അപ്പോൾ എന്നാലും ഇന്ന് ഒരു അടിപൊളി ഒരു കിടിലം ഒരു നാടൻപാട്ട് കലാകാരനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തെക്കൻ കേരളത്തിൽ നാടൻപാട്ടിനെ വളരെ ജനകീയമാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട കലാകാരൻ, അതുപോലെ തന്നെ തനതൊക്കെ പാടാനായിട്ട് അപാര കഴിവുള്ള പ്രിയപ്പെട്ട കലാകാരനാണ് നാവായിക്കുളത്തിൻ്റെ സ്വന്തം കലാകാരൻ സുര നാവായിക്കുളം. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുര നാവായിക്കുളം ചേട്ടാ, ഒന്ന് സുരേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ സുര നാവായിക്കുളം. നാടൻപാട്ടിനെ ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ നാടൻപാട്ട് ജനകീയമാക്കിയ ഒരു പ്രിയപ്പെട്ട കലാകാരനാണ്, തിരുവനന്തപുരത്തുകാരനാണ്, നാവായിക്കുളത്തുള്ള. അപ്പൊ ചേട്ടന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ കുറച്ച് സമയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സുരേട്ടാ പറയാം, എന്ത് കാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? ഇപ്പൊ പരിപാടി ഇന്ന് സ്റ്റാർട്ടിങ് ആണല്ലോ. ഇന്നോട് പ്രോഗ്രാം അവിടെ ഇന്ന് പരിപാടി വൈക്കത്താണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നതിന് മുന്നേ സുരേട്ടൻ എഴുതി ചിട്ടപ്പെടുത്തിയ അതിമനോഹരമായിട്ടുള്ളൊരു ചാറ്റ് ഉണ്ട്. ആ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സുരേട്ട, ആ ചാറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയും. തീർച്ചയായിട്ടും. ആദിത്യതമ്പുരാനുണര നേരമായി വടക്കരന പൂപ്പൻ പൊന്തേറി വരവായി മണ്ണുണരണം മണ്ണുകാരുമുണരണം ചെമ്മണ്ണകോ ഉണരണം ചെമ്മക്കാരുണരണം. സാധനം കണ്ട് തറവാട് കണ്ടു മണ്ണ് കണ്ടു മണ്ണധികാരി കണ്ടു ഇടവും കവലേറ എന്നഞ്ചുകുമ്പോ ധരണയേണം നല്ല മടത്തച്ഛനും ഏഴാമടത്തൻ്റെ അമ്മാവന്മാരും 10 മടവും കണ്ട് 36 തലമുറ വേണി കെട്ടിയോ ഓ ഓ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഈ പാട്ട് ഈ ചാറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സുര നാവായിക്കുളം എങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ എന്തായാലും സുരേട്ടാ, എത്ര വർഷമായി നാടൻപാട്ട് മേഖലയിൽ ഇറങ്ങിയിട്ട്? നാടൻപാട്ട് മേഖല കുറച്ചായിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരു ഏകദേശം എത്ര വർഷമായിക്കണം? അത് പറയാൻ ബുദ്ധിമുട്ടാണ്. തുടങ്ങിയിട്ട് കുറെ നാളുകൊണ്ട്. അതെ. അപ്പൊ എന്തായാലും എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഒരു 10-20 വർഷത്തിൽ കൂടുതൽ എന്ത് മേപ്പോട്ടാവണെങ്കിലുള്ളൂ അല്ലേ? മേപ്പോട്ടാവണെങ്കിലുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ ഏത് സമിതിയിൽ ഇപ്പൊ ശരത്തേട്ടന്റെ അടിപൊളി. എന്തായാലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടീം തന്നെയാണ് പതി പബ്ബൻ. അതിലെ പ്രിയപ്പെട്ട അതില് മെയിൻ പാട്ടുകാരൻ തന്നെയാണ് സുരേട്ടൻ. മെയിൻ പാട്ടുകാരൻ പാട്ടുകാരൻ. അപ്പൊ എന്തായാലും സുരേട്ടാ, നാവായിക്കുളത്ത് എവിടെയാണ് ചേട്ടന്റെ വീട്? എവിടെയാണ് കറക്റ്റ്? നൈനാകുളം. അപ്പൊ ആ നാവായിക്കുളത്തിന് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും, ജംഗ്ഷനോട് കൂടി തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും ജംഗ്ഷനോട് അമ്പലത്തിന്. അപ്പൊ എന്തായാലും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലി തേങ്ങോട്ട് മരമുറപ്പ്. മരമുറപ്പ്. എന്തായാലും നമ്മളെ പോലെ തന്നെ സാധാരണക്കാരനാണ്. എന്തായാലും സാധാരണക്കാരന്റെ പാട്ടുകളാണല്ലോ നാടൻ പാട്ടുകൾ. എന്തായാലും നമ്മുടെ സാഹചര്യത്തിൽ നിന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെയാണ് എന്തായാലും നാടൻ പാട്ട് ചേർന്ന് അല്ലേ? ആ ഒരു എന്തായാലും സന്തോഷം. എന്തായാലും സുരേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതും അതുപോലെ സുരേട്ടനായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയത് എനിക്ക് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അത് സുരേട്ടന്റെ ഒരു അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്ന മുന്നേ ആയിട്ട് ചേട്ടൻ എഴുതി ചിട്ടപ്പെടുത്തി ഒരു നല്ല അടിപൊളി പുതിയ 2 പാട്ട് എഴുതിയിട്ടുണ്ട് ഈ വർഷം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ എന്തായാലും അതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു 4 വരി ഞങ്ങൾക്ക് വേണ്ടി വിശൽ പാട്ട്. അപ്പൊ അതോടുകൂടി ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിക്കുകയായിരുന്നു ഇന്നത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ എന്തായാലും അവസാനമായിട്ട് പുതിയ പാട്ട് 4 വരി ഞങ്ങൾ. ചെമ്പകച്ചേലെ ചേലടും തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. ചെമ്പകച്ചേലെ ചേലടും തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. എന്നെ പോറ്റി വളർത്തിയ എന്നമ്മ തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. എന്നെ പോറ്റി വളർത്തിയ എന്നമ്മ തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. ചെമ്പകച്ചേലെ ചേലഴും തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. തന്നെ തന്നെന്ന താനേ തന്നെ തന്നാനേ തന തന്നെ തന്നെന്ന താനേ തന തന്നെന്ന തന്നാനേ തന തന്നെ തന്നെന്ന താനേ തന തന്നെന്ന തന്നാനേ തന തന്നെ തന്നെന്ന താനേ തന തന്നെന്ന തന്നാനേ.
എന്നാലും സുരേട്ട ഒന്ന് ഒന്ന് നമുക്ക് ഇത് കെട്ടിപ്പിടി. എന്തായാലും അടിപൊളിയായി. പുതിയ പാട്ട് എന്തായാലും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് 100% ഉറപ്പ് തന്നെയാണ്. ചേട്ടന്റെ എല്ലാ പാട്ടുകളും വൈറൽ തന്നെയാണ്, ഒന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും സുരേട്ടനും അതേപോലെ സുരേട്ടന്റെ ടീം പതിക്കും ഒരുപാട് പ്രോഗ്രാം കൊടുത്ത് എന്തായാലും സഹകരിക്കുക. എന്തായാലും നമ്മുടെ ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴയാണ് ചേർത്തല. ചേർത്തല. അപ്പൊ എന്തായാലും നമ്പറൊക്കെ ഞാൻ എന്തായാലും ചുവടെ കൊടുത്തിരിക്കാം. അതുപോലെ ഒരുപാട് പ്രോഗ്രാം കൊടുക്കുക, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം കാണുക, നിങ്ങളുടെ വീഡിയോ കാണുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.